ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മാരുതി ഇഗ്നിസ് ആൽഫ വേരിയന്റ് ആണ്. ഈ ഒരു വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ മാരുതി വേണ്ട വിധത്തിൽ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല. എന്നിരുന്നാലും ഇതിന് നല്ല ഒരു ഫാൻ ബേസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഈ മാരുതി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ വിശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേച്ചർ ഡിസിമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് വേണ്ട വിധത്തിൽ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ കമ്പനി കൊടുത്തില്ലെങ്കിൽ പോലും നല്ലൊരു ഫാൻ ബേസ് ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. ഇതിന്റെ ഡിസൈനിങ്ങിന്റെ കാര്യത്തിലാണ് ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ്. ബാക്കിയുള്ള മാരുതി വണ്ടികളെ അപേക്ഷിച്ച് ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നമ്മുടെ റിറ്റ്സിന്റെ ഒരു ഫാൻ ബേസ് ഈ ഒരു വണ്ടിക്കും നമുക്ക് ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇതിന്റെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 1200cc 4 സിലിണ്ടർ ആണ് ഇതിന്റെ എഞ്ചിന് വരുന്നത്. അതിൽ തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്, നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. അതിൽ 5 സ്പീഡ് ഗിയർ ബോക്സ് വന്നിട്ടുണ്ട്. പവർ നോക്കുവാണെങ്കിൽ 82 bhp 113 Nm ടോർക്കും വന്നിട്ടുണ്ട്. പിന്നെ മാക്സിമം ഈ ഒരു ആൽഫ വേരിയന്റ്, അതായത് ടോപ്പ് എൻഡ് വേരിയന്റ് വരുന്നത് 810 ആണ്. 8,10,000 രൂപയാണ് ഇതിന്റെ ഓൺ റോഡ് വരുന്നത്. ഇപ്പോൾ ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മാക്സിമം ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പ്രൊജക്ട് ഹെഡ് ലാംപ്സ് വന്നിട്ടുണ്ട്, റിവേഴ്സ് സെൻസേഴ്സ്, ഫോഗ് ലാമ്പ്, റിവേഴ്സ് ക്യാമറ, അതുപോലെ തന്നെ റൂഫ് റെയിൽസ്, കീലെസ് എൻട്രി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ആയിട്ട് കാണാം. അതിന്റെ കൂട്ടത്തിൽ ഇതിന്റെ സ്പെഷ്യാലിറ്റിയും പറഞ്ഞു പോകും. അപ്പോൾ ഇതിന്റെ ഓവറോൾ മുൻഭാഗത്തുള്ള ഡിസൈനിങ് നോക്കുവാണെങ്കിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈനാണ്. ടോൾ ബോയ് ഡിസൈനിങ്ങിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. ഇനി നേരെ മുൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഫുള്ളി LED ആയിട്ടുള്ള പ്രൊജക്ടർ ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. DR ഇത് ഇവിടെ ഇൻക്ലൂഡ് ആക്കി കാണാൻ പറ്റും. യൂണീക്ക് ആയിട്ട് ഒരു DR-ലാണ്. പിന്നെ ക്രോമിയം ഫിനിഷിംഗ് ഒക്കെ ഇവിടെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. സുസുക്കിയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നേരെ താഴേക്ക് പോകുവാണെങ്കിൽ ഫോഗ് ലാംപ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്കിഡ് പ്ലേറ്റിന്റെ ഡമ്മി സ്കിഡ് പ്ലേറ്റിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. പിന്നെ നമ്പർ പ്ലേറ്റ് ഈ ഒരു പൊസിഷനാണ് വരുന്നത്. പിന്നെ എയർ ഡാമും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈനാണ്. വൈപ്പർ വാഷറിന്റെ ഔട്ട്ലെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ മുൻഭാഗത്തുള്ള ഡിസൈനിങ് വരുന്നത്. നമുക്ക് രാത്രിയൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഇനി നേരെ വശങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ ഹെഡ്ലൈറ്റ് കുറച്ച് കയറിക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്ലാഡിങ് ഇവിടെ ഇൻക്ലൂഡ് ആക്കി കാണാൻ ഒരു വീലാർച്ചിന് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള ഒരു ഡിസൈനിങ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ടയർ സൈസ് 15 ഇഞ്ചാണ് ടയർ സൈസ് വന്നിട്ടുള്ളത്. പിന്നെ നല്ലൊരു അടിപൊളി അലോയ് വീൽ വന്നിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിംഗിലാണ് വന്നിട്ടുള്ളത്. 175, 65, 15 ടയർ സൈസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുൻഭാഗത്തെ ബ്രേക്ക് നോക്കുവാണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ മെക്ഫേഴ്സൺ സ്റ്റഡ് ആണ് മുൻഭാഗത്തെ സസ്പെൻഷൻ വന്നിട്ടുള്ളത്. നേരെ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ 150 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഡ്രം ബ്രേക്ക് വന്നിട്ടുണ്ട്. ടിസ്റ്റ് വീമാണ് പിൻഭാഗത്തെ സസ്പെൻഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ മിറർ നോക്കുവാണെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മിറർ വന്നിട്ടുണ്ട്. പിന്നെ ബോഡി കളർ ആയിട്ടുള്ള ഹാൻഡിൽ ഡോർ ഹാൻഡിൽസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ കീലെസ് എൻട്രിയുടെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സെഗ്മെന്റിൽ കീലെസ് എൻട്രി കൂടെ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഡോർ നോക്കുവാണെങ്കിൽ നല്ല വലിയ ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫംഗ്ഷനൽ ആയിട്ടുള്ള ഒരു റൂഫ് റെയിലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂഫ് റെയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു മാരുതി ഐക്കോണിക് ആയിട്ടുള്ള ഒരു എംബ്ലം ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഓവറോൾ വശങ്ങളിലുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ആന്റിന കാണാൻ പറ്റും. അടിപൊളിയായിട്ട് ആന്റിന കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പോയിലർ വന്നിട്ടുണ്ട്. ഡിഫോഗർ ലൈൻസും വൈപ്പേഴ്സും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിൻഭാഗം നോക്കുവാണെങ്കിൽ ആ മുൻഭാഗത്തുള്ള അതേ ഐഡന്റിറ്റി യൂണീക്നെസ് പിൻഭാഗത്തും കാണാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പിൻഭാഗം കൊടുത്തിട്ടുണ്ട്. ഒരു സുസുക്കിന്റെ ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. നെക്സയിൽ നിന്നാണ് ഈ ഒരു വണ്ടി ഡെലിവറി ചെയ്യുന്നത്. അതിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഗ്നിസിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈൽ ലാമ്പൊക്കെ ഇത് ജസ്റ്റ് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ഉണ്ടാവും. നമ്മൾ സ്മോക്ക് ചെയ്ത് ഈ ബ്ലാക്കിന് വേണ്ടി ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്മോക്കിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ സെൻസേഴ്സ് കാണാൻ പറ്റും. ഇത് റിഫ്ലക്ടർ ആണ്. അതുപോലെ തന്നെ സ്കിഡ് പ്ലേറ്റിനും കളർ ചേഞ്ച് നമ്മൾ ചെറുതായ രീതിയിൽ ഒരു കളർ പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. നമ്മളെ ആ രീതിയിലുള്ള ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പൊ ഇതിലാണ് ഇതിന്റെ പിൻഭാഗത്തെ കാര്യങ്ങൾ. ഇനി ഇതിന്റെ ഡിക്കി നോക്കുവാണെങ്കിൽ 260 ലിറ്ററോളം ഡിക്കി വരുന്നുണ്ട്. അത്യാവശ്യം ഇതായിട്ട് നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഡിക്കിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു പാർസൽ ഡ്രൈവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പുറമേയുള്ള ഓവറോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുമ്പോൾ ഡോർ പാഡ് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഡോർ പാഡ് വന്നിരിക്കുന്നത്. ഒരു വൈറ്റിന്റെയും അതുപോലെ തന്നെ ബ്ലാക്കിന്റെയും പാറ്റേൺ വന്നിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് ബട്ടൺസ് ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഓട്ടോ ഫോൾഡിങ്ങിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ വിൻഡോ ഗ്ലാസ് ലോക്ക്, പിന്നെ സെൻട്രൽ ലോക്കിന്റെ ബട്ടണും കാണാൻ പറ്റും. നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പീക്കേഴ്സ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. 4 സ്പീക്കറും 2 ടോട്ടറും വരുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ സ്പീക്കർ സിസ്റ്റം വന്നിട്ടുള്ളത്. മ്യൂസിക് സിസ്റ്റം വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം ആണ്. ഇതിന്റെ ഡോർ പാഡിനൊക്കെ നല്ല ക്വാളിറ്റി വരുന്നതുകൊണ്ട് ആ ഒരു മ്യൂസിക് സിസ്റ്റത്തിനും ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഡോർ പാഡിന്റെ കാര്യങ്ങളുള്ളത്. പിന്നെ ഇത് എവിടെയാണ് ടൂട്ടർ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഉള്ളിലേക്ക് നോക്കാം. ഇതിന്റെ ട്രിപ്പും സെറ്റ് ചെയ്യുന്ന ബട്ടൺ ഇവിടെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ മീറ്ററിന്റെ ഇൻഫോ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനുള്ള ബട്ടൺ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. AC വെന്റ് നല്ല അടിപൊളിയായിട്ട് ഒരു പ്രീമിയം രീതിയിൽ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ക്ലോസും ഓപ്പണും വരുന്നത്.
പിന്നെ നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ പുഷ് സ്റ്റാർട്ട് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രാക്ഷൻ ഓഫ്, അതുപോലെ തന്നെ ഹെഡ് ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. പിന്നെ സീറ്റ് നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഡിസൈനിങ്ങുള്ള സീറ്റ് വന്നിട്ടുണ്ട്, നല്ല ഹഗ് ഫീൽ കിട്ടുന്ന രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡ്രൈവർ സീറ്റിന്റെ കാര്യം. അതുപോലെ തന്നെ കോ ഡ്രൈവർ സീറ്റ് സെയിം രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് പോയി സ്റ്റിയറിംഗിന്റെ കാര്യങ്ങളൊക്കെ കണ്ടുപോകാം. ഉള്ളിൽ കയറി ഡോർ അടക്കുമ്പോൾ തന്നെ വണ്ടിയുടെ ക്വാളിറ്റി നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട്. നല്ല സ്ട്രോങ് ബിൽഡ് ക്വാളിറ്റി എല്ലാം ഉള്ള ഒരു വണ്ടിയാണ്. സ്ട്രോങ് ആണ്, ബോഡിയും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആണ്. ഇനി നമ്മൾ ഇതിന്റെ സ്റ്റിയറിംഗ് വീൽ നോക്കുവാണെങ്കിൽ മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. മ്യൂസിക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മ്യൂട്ട് ബട്ടൺ, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 സ്പോക്ക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്, ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്, ഒരു ചെറിയ സൈസിലുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. എയർ ബാഗ് നോക്കുവാണെങ്കിൽ 2 എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, അതായത് സേഫ്റ്റിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. ABS വരുന്നുണ്ട്, EBD വരുന്നുണ്ട്, അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഹൈ സ്പീഡ് അലേർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട് ഉണ്ട്, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, അങ്ങനെ അത്യാവശ്യം ഫീച്ചർ പാക്ക് ആയിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മീറ്റർ ക്ലസ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ മീറ്റർ ക്ലസ്റ്റർ കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. മീറ്റർ ക്ലസ്റ്റർ ക്ലോസ് ആയി കാണുവാണെങ്കിൽ നമുക്ക് ഇത് ഇവിടെ ഒരു ആംബിയൻ ലൈറ്റ് കാണാൻ പറ്റും. അടിപൊളിയായിട്ട് ഒരു ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്റർ നല്ല ക്യൂട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 200 വരെയാണ് ഹൈ സ്പീഡ് കാണിക്കുന്നത്. ഇവിടെ ചെറിയൊരു വണ്ടി ഉണ്ട്, നമുക്ക് ഇത് മാറ്റി വെക്കാം. പിന്നെ ടോക്കോമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, RPM ഇവിടെയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഒക്കെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ ഈ വാഹനങ്ങളുടെ ഇൻഫോം കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഇതിലാണ്. റേഞ്ച് ഇപ്പോൾ 114 കിലോമീറ്റർ ഓടാനുള്ള ഫ്യൂൽ ഉണ്ട്. ആവറേജ് സ്പീഡ്, അതായത് നമ്മൾ ഇത്രയും നേരം ഓടിയത് 21 കിലോമീറ്റർ, അത്രയും നോർമലായിട്ടാണ് ഓടിയിട്ടുള്ളത്. പിന്നെ ഡ്രൈവിംഗ് ടൈം, അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ഫ്യൂൽ ഇക്കണോമി, ആവറേജ് ഫ്യൂൽ. ഇപ്പോൾ വണ്ടി എടുത്തിട്ട് കുറച്ച് ആയിട്ടുള്ള ഏകദേശം 395 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മൈലേജ് 11.8 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. ഈ ഒരു വണ്ടിക്ക് മാരുതി പറയുന്നത് 20 കിലോമീറ്റർ ആണ് മൈലേജ് പറയുന്നത്. 20 കിട്ടിയില്ല, ഒരു 16-17 കിട്ടി കഴിഞ്ഞാൽ നല്ല ഒരു മൈലേജ് ആണ്. കാരണം വെച്ചാൽ 1200 cc 4 സിലിണ്ടർ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഫ്യൂൽ ഗേജ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിന്റെ കൊടുത്തിട്ടുള്ളത്. മീറ്റർ ക്ലസ്റ്റർ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മീറ്റർ ക്ലസ്റ്റർ ആണ്. നമുക്ക് ഇതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനും പറ്റും. ബ്രൈറ്റ്നസ് കുറഞ്ഞു വരുന്നുണ്ട്, അതുപോലെ തന്നെ കൂട്ടാനും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നേരെ സെന്ററിലേക്ക് പോവുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗിലാണ് ഇത് വെച്ചിട്ടുള്ളത്. 7 ഇഞ്ച് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ഫോൺ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിലും നമുക്ക് ഇതിന്റെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. ഈ ഭാഗത്ത് ഇതിന്റെ കൺട്രോൾസും വന്നിട്ടുണ്ട്. പിന്നെ AC വെന്റ്സ് ഈ രീതിയിൽ 2 സൈഡിലായി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ഡിസൈനിങ് ഒക്കെ നല്ല രസമാണ്. AC വെന്റ് സെന്ററിലേക്ക് സ്ക്വയറും വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു റൗണ്ട് ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. പിന്നെ ഗ്ലൗ ബോക്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇത് എവിടെയാണ് ഹസാർഡ് ബട്ടൺ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ടുള്ള AC കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു പിയാനോ ബ്ലാക്കിലും നല്ലൊരു ഡിസൈനിങ്ങിന്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോഗിൾ ബട്ടൺസ് ആണ് ഇവിടെയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ USB-ന്റെ ഒരു പോർട്ട് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ 120 വാട്ട്സിന്റെ ഒരു ചാർജറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടൺസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കാനുള്ള ഒരു സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതവിടെ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സിന്റെ നോബ് ഇവിടെ കാണാൻ പറ്റും. മാനുവലും ഓട്ടോമാറ്റിക്കും 5 സ്പീഡാണ് വരുന്നത്. ഓട്ടോമാറ്റിക് വരുമ്പോൾ 5 സ്പീഡ് AMT വരും. മാനുവലിലേക്ക് വരുമ്പോൾ 5 സ്പീഡ് മാനുവൽ, ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ മാനുവൽ ആയിട്ടുള്ളൊരു ഹാൻഡ് ബ്രേക്കും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഇതാ മാനുവൽ ഡിമ്മിങ് ആയിട്ടുള്ള മിററാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതവിടെ ലൈറ്റ്സ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നോർമൽ ആയിട്ടുള്ള ലൈറ്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഡ്രൈവർ സൈഡിൽ വാൻറ്റി മിററും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കോ ഡ്രൈവർ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു മിറർ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആണ് ഓവറോൾ മുൻഭാഗത്ത് കാര്യങ്ങളുള്ളത്. ഇനി നേരെ പിൻഭാഗത്ത് സ്പേസും കൂടി ഒന്ന് കണ്ടുപോകാം. അപ്പോൾ നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ പിൻഭാഗത്തും നല്ല അടിപൊളിയായിട്ട് ഡിസൈനിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റിന്റെ ഫിനിഷിംഗ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റോറേജ് സ്പേസ് എക്സ്ട്രാ കൊടുത്തിട്ടില്ല. അപ്പോൾ ഉള്ളിലേക്ക് കയറിയിരിക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. സീറ്റ് നല്ലോണം ബാക്കോട്ടാണുള്ളത്, അതുകൊണ്ടുള്ള ഇതാണ്. എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ലെഗ് സ്പേസ് ഉണ്ട്. ഹെഡ് റൂമും കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. 3 പേർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാം. പിന്നെ ഓവറോൾ ഒരു സെന്റർ ലോക്കാണ്, ചെറിയൊരു ടണലും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു വൈറ്റ് കളർ നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത് കൈയൊക്കെ വെക്കുന്ന സ്ഥലത്ത് വേഗം ചെളിയാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് വൈറ്റ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും കുറച്ച് കളറോ അല്ലെങ്കിൽ ലെതറോ ഫിനിഷിങ്ങോ കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജും കൂടെ ഇൻക്ലൂഡ് ആക്കായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിന്റെ പിൻഭാഗത്തേക്കുള്ളത്. മുൻഭാഗത്തും ഈ സെയിം പ്രശ്നമുണ്ട്. മുൻഭാഗത്തും വൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതും വേറെ ഏതെങ്കിലും കളറിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിനാണ് മുൻഭാഗത്തെ കാര്യമുള്ളത്. ഓടിക്കാൻ നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. സാധാരണ വല്ല ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ ക്വിക്കായിട്ട് തന്നെ വണ്ടി ഇത് കയറുന്നുണ്ട്. പിന്നെ AC-യുടെ തണുപ്പ് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഏകദേശം RPM 2 കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒന്ന് റെസ്പോൺസീവ് ആയി. ഇതിന്റെ AC-യുടെ തണുപ്പ് പറയുകയാണെങ്കിൽ നല്ല തണുപ്പും പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ 24-ലാണ് ഇട്ടുള്ളത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ AC ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ സ്റ്റിയറിംഗ് വീലിന്റെ ഈ ഒരു ചെറിയൊരു സൈസാണ്, പക്ഷെ നമുക്ക് നല്ല ഒരു രസമുണ്ട് ഓടിക്കാൻ. ഒരു ത്രില്ല് എന്ന രീതിയിലുള്ള ഒരു ഡ്രൈവും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കിട്ടുന്നത്. നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. വളവുന്നൊക്കെ നല്ല സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ബോഡി നല്ല ലാഗ് വീശുന്ന പോലെയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു സ്റ്റെബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്ക്. ബ്രേക്കിങ്ങിന്റെ കാര്യം ഒന്ന് നോക്കി നോക്കാം നമുക്ക്. ബ്രേക്കിംഗ് കുഴപ്പമില്ല, നല്ല ബ്രേക്കിംഗ് ആണ്.
ഇനി ഇതിന്റെ ഓവറോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫാൻ ബേസ് ഏറ്റവും കൂട്ടാനായിട്ട് ഈ ഒരു വണ്ടിയെ സഹായിച്ച എഞ്ചിന് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. എഞ്ചിൻ നോക്കുവാണെങ്കിൽ ബോണറ്റ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ ബോഡി ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ബാക്കിയുള്ള മാരുതി വണ്ടി, അതായത് നെക്സയിലെ വണ്ടികളെല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ബോഡി ക്വാളിറ്റി വരുന്നുണ്ട് മൊത്തത്തിൽ ഓവറോൾ നോക്കുവാണെങ്കിൽ. പിന്നെ 1200 cc 4 സിലിണ്ടറാണ് എഞ്ചിന് വരുന്നത്. അതിൽ തന്നെ ഏകദേശം പവർ പറയുകയാണെങ്കിൽ 82 bhp 6000 rpm, അതുപോലെ തന്നെ 113 Nm ടോർക്ക് 4200 rpm വരുന്ന ഒരു എഞ്ചിനാണ്. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. 5 സ്പീഡ് ഗിയർ ബോക്സും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വിക്ക് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഓടിക്കാനൊക്കെ നല്ല ത്രില്ല് ആയിട്ടുള്ള ഒരു ഡ്രൈവും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു എഞ്ചിൻ കൂടിയാണിത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു എഞ്ചിന്റെ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു വണ്ടിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഫാൻ ബേസ് വന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് എൻഡ് ഈ ഒരു വണ്ടിക്ക് വരുന്ന പ്രൈസ് 8,14,000 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടവൻ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.